يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമ്മയൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സാലിഹായ, മാലിക്കായ, വാസിത്തായ, മുദബ്ബിറായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുക ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിച്ച് മുഅ്മിനായി മുത്തഖിയായി കൊണ്ട് ഈ ലോകത്തോട് പറയാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ റമദാനിന്റെ അവസാന പത്തിലേക്ക് പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല പോരായ്മകളും വീഴ്ചകളും നമ്മുടെ വിവാദത്തുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പടച്ചറപ്പ് നമ്മിൽ നിന്നും അത് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുകയും ഇനിയുള്ള റമദാനിന്റെ ബാക്കി ദിവസങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ വിവാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം മുസ്ലിമിന്റെ ഒരു ദിവസം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഭൂരിഭാഗം കാര്യം അത് നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കാം. എങ്കിലും ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പാലിക്കാറുണ്ട്, സൂക്ഷിക്കാറുണ്ട് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്. മഹാനായ പണ്ഡിതൻ ഇമാം സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ അർബഊന നബവിയുടെ ഒരു വിശദീകരണത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിന്റെ താഴെയാണ് അദ്ദേഹം പറയുന്നത്, ആദാതു അഹ്ലുൽ യഖദതി ഇബാദ വഇബാദാതു അഹ്ലുൽ ഗഫലതി ആദം. വളരെ ആശയം, അഹ്ലുൽ ഗഫലത്ത് അതായത് അശ്രദ്ധയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരുടെ ഇബാദത്തുകൾ പോലും ആദത്തായി. ആദത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിനചര്യ. അപ്പോ അശ്രദ്ധയിൽ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ നിസ്കാരാവട്ടെ, നോമ്പാവട്ടെ, ഏത് ഇബാദത്ത് എടുക്കുകയാണെങ്കിലും അതിൽ ഭൂരിഭാഗവും ആദത്തായി. അതെങ്ങനെ ദിനേന ചെയ്യുന്നുണ്ട്, പ്രത്യേകം അവനൊരു നിയ്യത്തോ അത്തരം കാര്യങ്ങളോ അവൻക്കില്ല. എന്നാലും ആദാത്തു അഹ്ലുൽ യഖദതി ഇബാദ, അഹ്ലുൽ യഖദത്തിന്റെ അതായത് ഉണർച്ചയിലുള്ള ബുദ്ധിമാന്മാരായ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ ആദത്ത് ദിനചര്യകൾ പോലും ഇബാദത്തായി തീരുന്ന. ഇവിടെ നാം ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മം, ഏതൊരു കർമ്മമാകട്ടെ, നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതിലൂടെ ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമായി കാണുന്നത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത, ഒരു കണ്ണും ഇന്ന് വരെ കാണാത്ത, ഒരു കാതും ഇന്ന് വരെ കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവന ചെയ്യാൻ പോലും സാധിക്കാത്ത അത്രയ്ക്ക് പ്രവിശാലമായ സുന്ദരമായ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഭീതിപ്പെടുത്തുന്ന ഭയാനകരമായ നരകത്തിൽ നിന്നും രക്ഷപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, അത്തരം ചിന്തകളോടുകൂടി നാം നമ്മുടെ ജീവിതത്തിൽ, ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അവൻ കിടപ്പറയിൽ നിന്ന് നീക്കുന്നത് മുതൽ തിരിച്ച് കിടപ്പറയിലേക്ക് എത്തും വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ പോലും അതൊരു മരണമാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ട് ദിക്ർ എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. പഠിച്ചോനെ, എന്റെ മരണത്തിനു ശേഷം എനിക്ക് ജീവൻ ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ് നമ്മൾ രാവിലെ തന്നെ ചൊല്ലാറുണ്ട്. ഒരുപക്ഷെ പല മരണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായി. രാവിലെ കടക്കും വരെ ആൾക്കൊരു കുഴപ്പമില്ല, പക്ഷെ രാവിലെ വിളിച്ചപ്പോ അയാൾ എണീക്കണില്ല. ഞാൻ ഈ ഒരു 1-2 ആഴ്ച മുമ്പ് ഒരു അഷറഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ FB പോസ്റ്റ് കുറച്ച് വൈറലായി നമുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അഷറഫ് താമരശ്ശേരി എന്ന് പറഞ്ഞാല് ഈ ഗൾഫ് ഭാഗത്തു നിന്നൊക്കെ മരണപ്പെട്ട ആളുകളുടെ ഡെഡ് ബോഡി
കേരളത്തിലേക്ക് കൊടുത്തയക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയത്, ഇന്ന് 5 പേരെയാണ് നാട്ടിലേക്ക് യാത്ര അയച്ചത്. അദ്ദേഹം 5 മയ്യത്താണെന്ന് കേരളത്തിലേക്ക് അദ്ദേഹം കൊടുത്തയച്ചത്. എന്നിട്ട് അദ്ദേഹം ഒരു വ്യക്തിയുടെ കാര്യം അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്യും. അദ്ദേഹം പറഞ്ഞത് അയാൾക്ക് 40 വയസ്സാണ് പ്രായം. തൊട്ടടുത്ത ദിവസം അയാൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയും തന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടില്ല. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ തന്റെ ഉറ്റവർക്കും ഉടയവർക്കും നൽകാനുള്ള ഗിഫ്റ്റുകൾ, സാധന സാമഗ്രികൾ പോലും അദ്ദേഹം വാങ്ങി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത്താഴം കഴിച്ച് കിടന്നതാണ്. പിന്നെ അയാൾ എണീക്കുന്നില്ല. റൂമിൽ കൂടെ കിടക്കുന്ന ബാക്കിയുള്ളവർ പോലും അദ്ദേഹത്തിന്റെ മരണത്തെ പോലും സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് മരണം. അദ്ദേഹം നോക്കി ഏതൊരു ധാരാളം പിതാക്കളിൽ മുമ്പിൽ ഇരിക്കുന്നു. ഏതൊരു വാപ്പയും ഏതൊരു ഉപ്പയും ഏറ്റവും വലിയ സ്വപ്നമായി കാണുന്ന കാര്യമാണെന്ത്? തന്റെ മകളെ ഒരു നല്ല ഭർത്താവിനെ ഇരിപ്പിക്കണം. അയാള് ആ ഗൾഫിൽ അന്ന് മരണപ്പെട്ട സഹോദരൻ തന്റെ മകൾക്ക് വേണ്ടി നല്ല ഭർത്താവിനെ വരനെ കണ്ട് ആ ഭർത്താവുമായി വരനുമായുള്ള കല്യാണം നിശ്ചയിച്ചു. അതിനുവേണ്ടി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് വരെ എടുത്തു. പക്ഷേ ഉറങ്ങി കിടന്നതാണ്. പിന്നെ അദ്ദേഹം എണീറ്റിട്ടില്ല. ഇങ്ങനെ പല മരണവാർത്തകളും ഒരു പക്ഷേ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു മരണം നമുക്ക് വരാനുണ്ട് എന്ന ബോധം നമുക്ക് ആദ്യമായിരുന്നു. അത് എന്തെന്ന് അറിയണം. നാളെ എന്ത് സംഭവിക്കും ഒരാൾക്കും അറിയില്ല. ഓരോ ആത്മാവും എവിടെ വെച്ച് മരിക്കും ഒരാൾക്കും അറിയില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾക്ക് കേട്ടൊരു വാർത്തയുണ്ട്. മൈസൂരിൽ വെച്ച് ഒരു ട്രക്ക് ആക്സിഡന്റ് ആയിട്ട് 2 മലപ്പുറം ജില്ലയിലെ 2 വ്യക്തികൾ മരണപ്പെട്ടു. അതേ ഒരാൾ ഇതിന്റെ കൂടെ ഹിഫ്ദ് പഠിച്ച ആളായിരുന്നു. അതിൽ മരണപ്പെട്ട ഒരു വ്യക്തി. അങ്ങനെ അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാണ് സൂചിപ്പിക്കുന്നത്. അവരവരുടെ വീട്ടിൽ നിന്നും അതിന്റെ കൂടെ പഠിച്ചവന്റെ സുഹൃത്തിന്റെ കല്യാണം 1 വർഷം മുമ്പാണ് കഴിക്കുന്നത്. അവനവന്റെ ഭാര്യയോടും അവന്റെ ഉമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പോകുന്നത് എന്റെ മരണത്തിലേക്കാണല്ലോ. തന്റെ ഉമ്മയോടും ഭാര്യയോടും സലാം പറഞ്ഞിറങ്ങുമ്പോൾ അവൻ അറിയില്ലായിരുന്നു തിരിച്ചെന്റെ വീട്ടിലേക്ക് വരിക ഞാനല്ല, പകരം എന്റെ ഫ്രീസറിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ മയ്യത്തായിരിക്കുമെന്ന് അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നാം പ്രതീക്ഷിക്കാത്ത നേരത്ത്, നാം വിചാരിക്കാത്ത നേരത്ത് എന്നിലേക്ക് ഒരു മരണം വരും, നിങ്ങളിലേക്ക് ഒരു മരണം വരും. ആ മരണം വരുമ്പോൾ ആ മരണത്തെ 2 രീതിയിലാണ് മലക്കുൽ മൗത്ത് ഏതൊരു വ്യക്തിയുടെയും ആത്മാവിനെ പിടിക്കുക. ഖുർആൻ പറയുന്നുണ്ട്, മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. സൗമ്യമായി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. മഹാനായ സഹാബി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ദീർഘമായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 മരണവും എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഞാൻ എന്റെ വിഷയത്തിനകത്തുള്ളത് വല്ലാതെ സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞു വരുന്നത്, ആ മരിക്കണ വേളയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത, പ്രവാചകന്റെ കൽപ്പനകൾ സ്വീകരിക്കാത്ത വ്യക്തികൾ അവരുടെ ആത്മാവിനെ പിടിക്കുന്ന വേളത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വൽമലായികത്തും മലക്കുകൾ അത്തരം ആളുകളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുകൾ അവരെ അടിക്കുന്നു. മരിക്കണ വേളയിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലേ, അള്ളാഹുവിന്റെ കൽപ്പനകളെ താക്കീതുകളെ സ്വീകരിച്ചിട്ടില്ലേ, നമുക്ക് ആ നിമിഷം പ്രയാസം. ശേഷം ഖബറിൽ ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റില്ല. പരലോകത്തെത്തുമ്പോൾ അവർ അട്ടഹസിക്കുന്ന, തിരിച്ച് നരകത്തിൽ എത്തുമ്പോഴും പോലും അവർ പറയുന്ന വാക്കെന്താ? പഠിച്ചോനെ, അവർ നരകത്തിൽ വെച്ച് ആ അട്ടഹസിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് മടങ്ങിക്കൊണ്ടാകുന്ന ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങൾ ചെയ്യാത്ത ധാരാളം സൽക്കർമ്മങ്ങൾ ഉണ്ടല്ല, അത് ചെയ്തു കൊള്ളാമെന്ന് നരകത്തിൽ വെച്ച് നരകവാസികൾ വിലപിക്കുന്ന നമുക്കൊക്കെ ഹിഫ്ദുള്ള സൂറത്താന്റെ സൂറത്തിൽ പിടിക്കുക. അതേപോലെ ആയത്തില്ലേ, فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. അവര് നരകത്തിൽ നിന്ന് ഓരോ സംഘത്തെ വലിച്ചെറിയുമ്പോ നരകത്തിന്റെ കാവൽക്കാരി ചോദിക്കുന്ന അതെത്തിക്കുന്നത് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരി വന്നിട്ടുണ്ട്. അവര് പറയും അത് ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരി വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അവരെ കളവാക്കി, അവരെ പരിഗണിച്ചില്ല. അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നില്ല. എന്നിട്ട് അവർ പറയാണ്
ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, അത്തരം വിലാപം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ തമ്മിൽ ഒരാൾക്ക് പോലും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന ദുനിയാവിലെ നമ്മുടെ ഈ ജീവിതത്തെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഉറങ്ങി എണീക്കുന്നത് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സുന്നത്തുകൾ കൊടുത്തിട്ടുണ്ട്. ചിലത് മാത്രം പറയുകയാണെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റസൂലിന്റെ ഹദീസിൽ കാണാൻ പറ്റും, കാന യംസഹു നൗമ അൻ വജ്ഹിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എണീറ്റാൽ തന്റെ കൈ കൊണ്ട് മുഖത്ത് പുറത്തം പ്രവാചകൻ തടവുമായിരുന്നു. അതൊരു സുന്നത്തായ കാര്യമാണ്. അപ്പോ നമ്മളെ എന്ന് ഉറങ്ങി എണീക്കുന്നത് അൽഹംദുലില്ലാ, ഉറങ്ങി എണീക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ കൈ കൊണ്ട് നമ്മൾ നമ്മുടെ മുഖത്ത് നിന്നും ഉറക്കത്തെ കുറച്ച് നീക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ആ പ്രാർത്ഥന അറിയാത്ത ഒരാൾ പോലും കുറിപ്പിക്കുകയില്ല. പക്ഷേ ഇത് സുബഹിക്ക് നമ്മൾ എണീക്കുമ്പോൾ എത്ര ആൾക്കാരാ ഈ പ്രാർത്ഥന ചൊല്ലിയത്? യുദ്ധത്തിന്റെ മഹത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരാൾ ഉറങ്ങിയാൽ പിശാച് നിങ്ങളെ 3 കെട്ടുകൾ, നിങ്ങളുടെ പിരടിയിൽ പിശാച് 3 കെട്ടുകൾ. ആ 3 കെട്ടപ്പോഴാണ് അടിയാം. അള്ളാനെ മുത്താൻ 1ാമത്തെ കെട്ടടി, 2 മുതലെടുത്താൽ 2ാമത്തെ കെട്ടടി, നിസ്കരിച്ചാൽ 3ാമത്തെ കെട്ടടി. ഈ 3 കെട്ടും നിങ്ങൾ കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ഏറ്റവും നല്ല ഉന്മേഷത്തോടു കൂടിയായിരിക്കും നിങ്ങൾ ആ ദിവസം ആരംഭിക്കുക. ഇനി അത് അഴിഞ്ഞിട്ടില്ലെങ്കിലോ മടിയനായിക്കൊണ്ട് ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിട്ടാണ് നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഇന്ന് നമ്മളിൽ എത്ര പേർക്കാണ് 3 കെട്ടും അഴിഞ്ഞത്? രാവിലെ എത്ര ആൾക്കാരാണ് ഒന്നെങ്കിൽ അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ലദീ ആഫാനി, വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. നാം ആത്മാർത്ഥയായിരിക്കണം. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, എന്നെ മരണശേഷം ജീവിപ്പിച്ച പടച്ചവനെ എന്നെക്കാൾ സർവ്വസുഖി ഇതിലേക്കാണ് എന്റെ മടങ്ങ്. ഇതറിയാത്ത ഒരാൾ പോലും നമ്മൾ ചൊല്ലാറുണ്ടോന്ന് ആത്മാർത്ഥയെ ആലോചിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എണീറ്റാൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു സുന്നത്താണ്. ഒരു ഹദീസിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു സഹാബി നമ്മുടെ ഉമ്മയുടെ എന്ന് ചോദിക്കുകയാണ്, ഉമ്മയോട് ചോദിക്കുകയാണ്, 2 സഹാബികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഉമ്മയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹാബികളോട് ചോദിക്കുകയാണ്, ഉമ്മ, നിങ്ങൾ റസൂലിൽ കണ്ട നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതമുള്ള ഒരു കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ 2 സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കലും പ്രവാചകൻ എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസമായിരുന്നു. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നമ്മുടെ ഉമ്മയോട്, ആയിഷ റളിയല്ലാഹു അൻഹയോട്, നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലാഹുമായി സംസാരിക്കാൻ, നിസ്കരിക്കാൻ വേണ്ടി നീ അനുവദിക്കണം. ആയിഷ ബീവിക്ക് പ്രവാചകനുമൊത്തുള്ള സമയം വളരെ ഇഷ്ടപ്പെട്ട സമയമാണ്. എങ്കിലും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രവാചകൻ മാറിയിരിക്കുക. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും പ്രിയപ്പെട്ടവര്, റസൂൽ നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന അത്തരം സമയങ്ങളിൽ പ്രവാചകന്റെ താടിയും പ്രവാചകന്റെ മണിത്തട്ടും പ്രവാചകന്റെ ഇരിക്കുന്ന റൂം പോലും നനയുന്ന അവസ്ഥയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബിലാൽ തന്നെ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ തഖി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ. റസൂലേ, നിങ്ങൾ എന്തിനാ കരയുന്നത്? റസൂൽ എങ്ങനെ കരയുന്നത്? പ്രിയപ്പെട്ടവരെ, തന്റെ താടി നനയുക. പ്രവാചകന്റെ കണ്ണീര് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താടി നനഞ്ഞു. പ്രവാചകന്റെ മടിത്തട്ട് നനഞ്ഞു. പ്രവാചകൻ ഇരിക്കുന്ന റൂമിലെ ഇരിപ്പിടം അതുപോലെ നനയുകയാണ്. ബിലാൽ ചോദിച്ചു, റസൂലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരേണ്ട ബിലാലെ. റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് നസലത് അലൈഹി ലൈല ആയത്തു വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹ. എനിക്ക് ഇന്നലെ രാത്രി ഒരു ആയത്ത് വഹിയാണ്. ഏതാണ് ആ വഹി പ്രിയപ്പെട്ടവരെ? സൂറത്ത് ആലിൽ ഖുർആനിന്റെ അവസാനത്തെ 15 ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا
ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد തുടങ്ങുന്ന ബാക്കി 15ഓളമായിട്ട് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഉറങ്ങി എണീറ്റാലും രാത്രി ചൊല്ലാൻ പറഞ്ഞ ആയത്ത്. ഇതിലൂടെ റസൂൽ പറയാണ് വൈലുൽ ലിമൻ ഖറഅഹ വലം യതഫക്കറ ഫീഹ. ഈ ആയത്ത് ഓതിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശമുണ്ട്. എനിക്കും നിങ്ങൾക്കും ഇഫുദ് ആയത്തായിരിക്കാം ഒരു പക്ഷേ ഈ ആയത്ത്. നമ്മൾ ഇന്ന് വരെ എന്തെങ്കിലും നമുക്ക് അൽഹംദുലില്ലാ 10, 20, 30, 40, 50, 60 കൊല്ലം ആയുസ് ലഭിച്ചിട്ടുണ്ട്. ഇത്ര കാലത്തിനടുത്ത് ഒരിക്കലെങ്കിലും നമ്മൾ ഉറങ്ങി വിറ്റിട്ട് ഈ ആയത്ത് ഓതിയിട്ടുണ്ട്. ഈ ആയത്ത് ഓതിയിട്ട് തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് രാപ്പുകളുടെ മാറി മാറി വരവിൽ ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തമുണ്ട്. കടന്നും ഇരുന്നും നിന്നുകൊണ്ടും അള്ളാഹു കൂട്ടുന്ന ആൾക്കാർ രക്ഷപ്പെടുത്തുന്ന അർത്ഥം വരുന്ന ആയത്ത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഓതിയിട്ടുണ്ട് രാത്രി എണീറ്റതിന് ശേഷം അത് ആലോചിച്ച് അതിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഒരിക്കലെങ്കിലും നമ്മൾ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ മരിച്ചപ്പോൾ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. മാരകമായ രോഗം വന്നപ്പോൾ നമ്മൾ കിടന്നിട്ടുണ്ടായിരിക്കാം. ഉറ്റവരുടെ ഒരു മരണപ്പെട്ടപ്പോ നമുക്ക് സങ്കടം ഉണ്ടായിരിക്കാം. നമ്മുടെ കണ്ണിൽ നിന്ന് കരച്ചിൽ വന്നേ. അള്ളാനെ ഓർത്ത് പ്രിയപ്പെട്ടവരെ നരകത്തെ കുറിച്ച് ഓർത്ത് സ്വർഗത്തെ കുറിച്ച് ഓർത്ത് ഇത്തരം ഖുർആനിന്റെ ആയത്തുകൾ ഓതി കരയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. എത്ര കരഞ്ഞത് പ്രവാചകന്റെ താഴിയും പ്രവാചകന്റെ മടിത്തട്ടും നനയുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേ പ്രിയപ്പെട്ടവരെ അതിന് സാധിക്കാത്തത്? എന്താ അള്ളാഹുവിന്റെ ഓർത്ത് കരഞ്ഞാൽ പ്രതിഫലത്തെ പറയാതെ നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിനെ നനഞ്ഞു കൊടുക്കുന്നു. 7 വിഭാഗം ആൾക്കാരാണ് ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ആളുകൾക്ക് അർശിന്റെ തണല് ലഭിക്കും. ആൾക്കാരെ കാണിക്കാനല്ല, ആളുകൾ ഞാൻ വലിയ മുത്തഖിയാണെന്ന് പറയാനല്ല, മറിച്ച് ആരുമില്ലാത്തപ്പോ ഞാനും എന്റെ റബ്ബും ഒറ്റക്കാകുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റുന്നുണ്ടോ? മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണിനെ നരകം സ്പർശിക്കുക. ചില മറ്റൊരു ഹദീസിലുള്ളത് അഗ്നിയിൽ നിന്നും കറന്നെടുത്ത പാൽ തിരിച്ച് അഗ്നിയിലേക്ക് കയറാത്ത വിധം അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണ് നരകത്തിൽ പോകും. സംഭവ്യമായ കാര്യമാണ്. അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചരിത്രമായിട്ട് കാണാൻ പറ്റും. അദ്ദേഹം രാത്രിയായാലും പൊട്ടി പൊട്ടി കരയുമായിരുന്നു. ഇതിന്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ പേടിച്ചു പോകും. നേരം കൊടുക്കുമ്പോഴേക്കും സമൂഹത്തിൽ മുസ്ലിങ്ങൾക്ക് ഖലീഫയില്ലാതെയായി തീരുമോ എന്ന ഭയമുണ്ടാകുന്നതായിരുന്നു. കരച്ചിൽ കേട്ടിട്ട് നമുക്ക് ഇന്ന് വരെ റമദാൻ മാസം റമദാന്റെ അവസാന പലരും ഖിയാമിൽ നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം. പോട്ടെ, നമ്മളൊക്കെ രാത്രിയുടെ മൂന്നിലൊന്നാക്കുന്ന സമയത്ത് എണീക്കണ്ടല്ലോ താഴെ കഴിക്കാൻ. താഴെ കഴിച്ച് വീട്ടിൽ കടന്നുറങ്ങിയിട്ടുണ്ട് പകരം. ആ സമയം ഏതാണ്? രാത്രിയുടെ 3/1 പിന്നിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇതിനാൽ വിരുദ്ധ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ സ്വീകരിക്കാൻ ആ സമയത്തും കേവലം മൊബൈലിൽ നോക്കിയിരിക്കുന്നതിന് പകരം മറ്റു കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് പകരം അല്ലാഹുവിന്റെ മുന്നിൽ നമ്മുടെ പാപങ്ങൾ നാം ചെയ്ത തിന്മകളെ കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്. മറ്റു മാർഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എല്ലാവരും ആ സമയത്ത് പിടിക്കുന്നില്ല, അതായിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നമുക്ക് അള്ളാഹിന്റെ മുന്നിൽ ഒരു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് മാറിയിരുന്ന് നമ്മളെ കുറിച്ച് ആലോചിച്ച് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ എവിടെയിരിക്കുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. ഈ സുന്നത്തോടെ ഈ ആയത്തിനോടെ കാര്യമാണ്. അതുപോലെ തന്നെ പല്ല് തേക്കുക.
നമ്മളെല്ലാവരും ആഗ്രഹിച്ച പറ്റിയിരിക്കും. മറിച്ച് അവിടെ നീയെടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളുടെ ചിന്ത നമുക്കുണ്ടെങ്കിൽ വലിയതിലേക്ക് പോലും നമുക്ക് പ്രതിഫലമാണ്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാലിൽ വെച്ച് കയറും അതിന് നമുക്ക് അറിയാം എന്ന് കഴിയുമ്പോൾ എത്ര പേരുടെ ശല്യങ്ങളുള്ളത്. തിരിച്ചാദ്യം കൈ കഴുകുക, നമ്മുടെ മൂക്കിൽ പിശാചിരിക്കും, മൂക്കിലാദ്യം വെള്ളം കയറ്റി ചീറ്റ, ഒക്കെ സുന്നത്ത, അറിയാത്ത ആരുമില്ല. ശേഷം ഉതൊടുക്കുക, നമ്മൾ ചെയ്യാറുണ്ട് തിരിച്ച് ഉതൊടുക്കുന്ന സമയം ഇതുകൊടുത്ത് കഴിഞ്ഞാൽ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തഖീൻ. അറിയാത്ത ആരുമില്ല. ചിന്ത തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. എത്ര നേരം ചൊല്ലാൻ പറ്റിയിരുന്നു. എന്താ അതിന്റെ പ്രത്യേകത? പ്രിയപ്പെട്ടവർ, എത്ര മഹത്വങ്ങൾ ഹദീസിൽ ഈ ആയത്തുകളെ കുറിച്ച് പറയുന്നത്, ഈ ഹദീസിനെ കുറിച്ച്, ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതറിയാത്തവരെ നമ്മൾ ആലോചിച്ചത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടോ? ആത്മാർത്ഥതയോടെ ഒതുകൊണ്ട് കഴിഞ്ഞ സുന്നത്തസ്കാരുണ്ട്. ബിലാലെ, സ്വർഗത്തിൽ ഞാൻ നിന്റെ കാലിൽ പാടി കൊടുക്കും. എന്താ ബിലാൽ അതിന് കാരണം? അദ്ദേഹം പറയേണ്ട കാലത്ത് അർത്ഥം ചെയ്യുന്നില്ല. പക്ഷെ ഉദു എടുത്താൽ രണ്ടാം നിസ്കരിക്കും. നേട്ടം സ്വർഗത്തിൽ ബിലാൽ അവരുടെ കാലടിപ്പാട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി നമ്മളത് ദിവസം ചുരുക്കിയത് 5 വട്ടം ഓർമ്മിട്ടായിരുന്നു. നമുക്ക് നിസ്കരിക്കാൻ പറ്റാറുണ്ട്. ശേഷം പള്ളിയിലേക്ക് നടന്നു വരിക. ഇത്ര വലിയ കൂലിയ. ഇരുട്ടുകളിൽ പള്ളിയിലേക്ക് നടന്നു വരുന്നവർക്ക് നീ പരലോകത്തിൽ വെച്ച് പരിപൂർണമായ പ്രകാശത്തെ കുറിച്ച് അറിയിച്ചു. സുന്നത്തുകൾ വീട്ടിൽ നിസ്കരിക്കുക. സുന്നത്ത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിനെ കവറുകളാക്കിയത് കൂടുതൽ സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരും. ഇത്ര വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് രണ്ടക്കാത്ത നിസ്കാരം ദുനിയാവിലുള്ള അതിനുള്ള സർവ്വതിനേക്കാൾ ഉത്തമമാണ്. വീട്, ഭാര്യ, വാഹനം, മക്കളും ഒക്കെ ദുനിയാവിലുള്ള തന്നെ അതിനേക്കാൾ ഒക്കെ ഉത്തമമാണ്. കേവലം സുബഹിക്ക് മുമ്പ് ഒരു 5 മിനിറ്റ് എടുത്ത് നമ്മൾ നിസ്കാരം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ നമുക്ക് അത് ആ ഒരു ആത്മാർത്ഥതയോടുകൂടി, ആ ഒരു പ്രതിഫലേച്ചയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥയായിരിക്കും. ആരെങ്കിലും സുബഹി ജമാഅത്ത് നിസ്കരിച്ചാൽ അവർ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്. ഏതെങ്കിലും ഒരു പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ അല്ല, ഏതെങ്കിലും CID-കളുടെ പ്രൊട്ടക്ഷൻ അല്ല, ഏതെങ്കിലും ബ്ലാക്ക് കാറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ അല്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു നിമിഷം 71 മിനിറ്റിൽ 72 തവണ പിടിപ്പിക്കുന്ന അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ജമാഅത്തെ സുബഹിസ്കരിച്ച ആൾക്കാർക്കുണ്ട്. സുബഹി ജമാഅത്ത് സ്പെഷ്യലിന്റെ പ്രശ്നം എത്രയും പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലത് ഹമംതുന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു പോയി. ഒരു ആൾക്ക് കുറച്ച് ആൾക്കാരെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. കുറച്ച് ആൾക്കാരെ കൊണ്ട് പോവാ. സുബഹിക്ക് പള്ളിയിലേക്ക് വരാത്ത ആളുകളുടെ വീട്, ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കാത്ത ആൾക്കാരുടെ വീട് കത്തിച്ച് കളഞ്ഞാലോന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. നമ്മൾ ജമാഅത്തിന് പള്ളിയിൽ എത്തുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥയായിരിക്കും. നമ്മൾ 50 ലക്ഷം 1 കോടി കൊടുത്തുണ്ടാക്കിയ വീടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിച്ച് കളയണമെന്ന് ആഗ്രഹിച്ച വീടാണ് എന്റെ വീട്. ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഓരോ നിസ്കാരത്തിന്റെയും മൊത്തത്തിൽ 27 അധികം പ്രതിഫല ഒരു മുക്തി ജമാഅത്തിൽ ഒരുപാട് രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂടിയുണ്ട്. നിസ്കരിച്ചാലോ രാത്രി മൊത്തം നിസ്കരിച്ച കൂടിയുണ്ട്. നമുക്കിത് ലഭിക്കാറുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥയായിരിക്കും. ഓരോ ദിക്കറുകളും അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലും. വെറുതെ നിമിടത്തിലപ്പുറം അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ. ശേഷം നിസ്കാരങ്ങൾ ചെയ്യാനുള്ള ഓരോ ദിക്കറുകളും അതാ നമ്മൾ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 13 വട്ടം പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്താ പ്രിയപ്പെട്ടവര്? നിങ്ങൾ നോക്കി, സമൂഹത്തിൽ ഇന്നും പ്രയാസങ്ങൾ നേരിടുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര മനുഷ്യന്മാരായിരുന്നു പ്രയാസത്തിൽ. ഞാൻ കാഴ്ച ഞാനൊരു പള്ളിയിൽ ക്ലാസ് എടുക്കാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയത്. അപ്പൊ ചെറിയൊരു ഹൈറ്റുള്ള മോനെ കണ്ടു. അപ്പൊ അവനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ശാരീരികമായിട്ട് ഒരു വെല്ലുവിളി നേരിടുന്നു. ഞാൻ അവരുമായി സംസാരിച്ചപ്പോ ഞാൻ അവരോട് കുറെ പറഞ്ഞു, നോമ്പുകാരുടെ പള്ളിയുണ്ട്, നോമ്പൊക്കെ തുറന്നിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ കഴിഞ്ഞിട്ട് മദ്രിബ് സ്കാൻ കഴിഞ്ഞു. ഞാൻ അവന്റെ ഉപ്പായെ കണ്ടു. ഇപ്പോൾ ഞാൻ വെറുതെ മോഹന്റെ വിശേഷം ചോദിച്ചു. വാപ്പ പറയാണ്, 2ാമത്തെ വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്നത്, 6 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അത് ഡോക്ടർമാരൊക്കെ വിധി എഴുതി, ഇനി ഇവൻ ജീവിക്കുക
അൽഹംദുലില്ലാഹ് ഒരു മകനായിട്ടെങ്കിലും അവരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വാപ്പനെ കണ്ടത് കട്ടിയിൽ വരും. നമ്മളത് മനുഷ്യന്മാരായ നമ്മുടെ കാര്യത്തോളം നമ്മുടെ ബയോപ്സി നോക്കിയിട്ട് ഡോക്ടർ നമുക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറയാൻ മനസ്സിലാക്കുവാനായിട്ട് അധികം സമയത്തിന്റെ ആവശ്യം. നമ്മൾ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ചിന്തകളാണ്. പഠിച്ചോനെ, എത്ര ആൾക്കാരുടെ സമൂഹത്തിൽ പ്രയാസപ്പെട്ട ആൾക്കാരുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് തനിക്കുണ്ടായ മകൾക്ക് അമ്മിഞ്ഞപ്പായ നൽകാൻ സാധിക്കാതെ ആ അമ്മിഞ്ഞപ്പാൽ ബാത്റൂമിൽ കൊണ്ടുപോയി ചുരുക്കി കളയുന്ന എത്ര മാതാക്കളുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ മുഖത്ത്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക് അത്രയും ഒരു പ്രയാസം ഒന്നും കൊടുത്തിട്ടില്ല. ഇന്നും ഒന്ന് മനസ്സറിഞ്ഞ് മൂത്രമൊഴിക്കാൻ സാധിക്കാതെ മൂത്രത്തിൽ ഒരു ട്യൂബ് ഇട്ട് പരന്ന് മണക്കുന്ന വെട്ടിൽ കിടക്കുന്ന പലവും മൂത്രം അവിടെ നിന്ന് വിസർജിക്കുന്ന കാഴ്ചിക്കുന്ന എത്ര രോഗികളുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്കെല്ലാ പ്രയാസങ്ങളും ഇന്നും എത്ര നമ്മളൊന്ന് വെറുതെ ഹോസ്പിറ്റലിൽ പോയി എത്ര ആൾക്കാരെ പ്രയാസപ്പെടുന്നവരുണ്ട്. മാരകമായ രോഗം കൊണ്ട് വേദന കൊണ്ട് കുടുംബത്തിൽ ഈ അടുത്ത് വലിയാതിന്റെ ഒരു പേളാമൻ വാക്ക് മറ്റൊരാളാമനെ കുറിച്ച് പറയാണ്. മൂത്രം പോകുന്നില്ല, ക്യാൻസർ വന്ന് കുറച്ച് പ്രശ്നത്തിലാണ് നശിക്കുന്നതിന്റെ കുട്ടികളാണ്. അവരെ കുറിച്ച് പറയാണ് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൽ എല്ലിന്റെ ഭാഗത്ത് ക്യാൻസർ, നീരി കുത്തിയെടുക്കുക. നമുക്ക് വരാൻ വലിയ സംശയമില്ല. നമ്മൾ നമുക്ക് പറയുമ്പോൾ അത് കേവലം യാന്ത്രികമായി ചൊല്ലുന്നതിനപ്പുറം മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെ സുബഹിസ്കാരം കഴിഞ്ഞ് നിങ്ങളോട് ചൊല്ലി വണ്ടിയെടുത്തിരിക്കാം. ഒരുപക്ഷെ ഒരു 40-45 മിനിറ്റ് ഉദയം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് അവർ വണ്ടിയിലിരിക്കാം. ഓരോന്നിന്റെയും മഹത്വം നമുക്കൊക്കെ അറിയുന്നത് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ചിലത് മാത്രം പറയാം. ചൊല്ലി ആത്മാർത്ഥതയോടെ ചൊല്ലി വൈകുന്നേരത്തിന് മരണപ്പെട്ട സ്വർഗത്തിനാണ്. രാത്രി ചൊല്ലി നേരത്തെ മരണപ്പെട്ട സ്വർഗത്തിൽ ഒരൊറ്റ ദിക്കറ ചൊല്ലാൻ മതി, നമുക്ക് ലഭിക്കുക സ്വർഗം. ഈ ദിക്കറെടുത്താലും ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് ഹൃദയം കഴിച്ച് ഒരു 15 മിനിറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാലും എത്രയും കൂലി പ്രിയപ്പെട്ടവരെ അവരെ ഹജ്ജ് ഉംറയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ പ്രതിഫലം ഉണ്ട് എന്ന് അല്ലാഹു റസൂൽ അദ്ദേഹത്തിന്റെ നാവ് പറയും. നമുക്ക് ഒരു ഹജ്ജ് ഉംറ ചെയ്യാൻ എത്ര പ്രയാസമുണ്ട്, ലക്ഷങ്ങൾ ചെലവുമാണ്, മണിക്കൂറുകളുടെ ദിവസങ്ങളുടെ അധ്വാനം. പക്ഷെ എന്നും എനിക്കും നിങ്ങൾക്കും ഹജ്ജ് ഉംറ ചെയ്ത് ഒരു മണിക്കൂർ മാക്സിമം നമ്മൾ ചെലവഴിച്ചാൽ ചെലവഴിക്കാറുണ്ടോ എത്ര വലിയ മഹത്വം. ശേഷം നമ്മുടെ ജോലികളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. വിശ്രമിക്കുന്നവർക്ക് വിശ്രമം എടുക്കാം. അത് കഴിഞ്ഞ് നോമ്പ് നമ്മുടെ ജമാഅത്തിൽ എല്ലാവരും പള്ളിയിലുണ്ട്. റമദാൻ കഴിഞ്ഞാലും നമ്മൾ ജമാഅത്തിൽ പള്ളിയുണ്ട്. നമ്മുടെ ജോലിയിലായിക്കോട്ടെ മറ്റേ എവിടെയായിക്കോട്ടെ ജമാഅത്തിൽ പ്രിയപ്പെട്ടെ നമ്മൾ ഒരാളുണ്ടോ ഒഴിവാക്കരുത്. ശേഷം 2 റക്അത്ത് മൊത്തം 12 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ പോയിട്ട് ഒരു കോടി ഉണ്ടാക്കാൻ നമുക്ക് 50 ലക്ഷം കോടിയൊക്കെ വേണം. അല്ലാഹ് 12 റക്അത്തുകൾ കൃത്യമായി സൂക്ഷിക്കുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ എന്തുകൊണ്ടെന്ന് പഠിപ്പിച്ചത് നമുക്ക് ചെയ്യാൻ സാധിക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹയാണ്. അവർ പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട മുതൽ ഞാൻ തന്നെ ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ ഈ സ്വഹാബികൾ എന്തെങ്കിലും ഒന്ന് കേട്ടാലും പിന്നെ അത് സുന്നത്താണെങ്കിലും അത് ഒഴിവാക്കും. നമ്മൾ പലരും സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുക. അങ്ങനെ ആഗ്രഹം കൊല്ലിപ്പെട്ടവരെ ഉമ്മ ഹബീബ നമ്മുടെ ഉമ്മ അതിൽ ഒഴിവാക്കിയിട്ടില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കും. ശേഷം ബഹുറി കഴിഞ്ഞ് ജമാഅത്തിൽ നമുക്ക് പള്ളിയെടുക്കുക വലിയ മഹത്വമുണ്ട്. പലരും ജോലി തിരക്കിയായിട്ട് മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കാറില്ല. ഒരിക്കലും ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുക. ശേഷം അൽക്കാരി മസാല നമ്മൾ ചൊല്ലുക പറ്റൂ. നമുക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് പോകാം. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നമ്മൾ പള്ളിയിലേക്ക് എത്താം. ശേഷം ഇശായിലും നമ്മൾ പള്ളിയിൽ ഉണ്ടാകാം. റസൂല് പറഞ്ഞ കാര്യം എന്താ? അസ്സലാമു അലൈക്കും വിഭാഗത്തിൽ മറ്റൊരു വിഭാഗം പള്ളിയുമായി ഹൃദയം മൂട്ടപ്പെട്ടവരും ആ പരലോകത്ത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അർശിന്റെ നമുക്ക് ലഭിക്കുന്ന ആരെയും പ്രിയപ്പെട്ടു. ഒരു പക്ഷെ നമ്മളിൽ പറയുമ്പോൾ ഒരു പ്രശ്നം, നമ്മളതൊക്കെ സ്വർഗം ഉറപ്പിച്ച ആൾക്കാരെ പോലെയാണ്. ഞാൻ നിസ്കരിക്കേണ്ടത്, ഞാൻ മുമ്പൊരിക്കട്ടെ നാട്ടില് ആ വിസ്തത്തിന്റെ വലിയ മെമ്പറാണ്, ഏറ്റവും ആളെ നടക്കുന്നത് ഞാനെന്നുള്ള ചിന്ത പലരും ഉണ്ട്. പക്ഷെ എന്നാലും സൂര്യന് നീര് കേട്ട സ്വഭാവികൾക്ക് ആ ചിന്തയിലേക്ക് അദ്ദേഹം സ്വയം സ്കേരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മജൂസ് റമദാൻ യുദ്ധം.
ഉച്ചകൊണ്ട് ബോധം പോയി. നിസ്കാരം അതിൽ സഹായം പൂർത്തിയാക്കി റമദാനിലെ എന്തെങ്കിലും ഈന്തപ്പഴത്തിന്റെ ചാറ് പിടിച്ചാൽ റമദാനെ വൈദ്യുതി പുറത്തു വരുന്ന രംഗം. ആ സമയത്ത് റമദാൻ മകനോട് ചോദിക്കേണ്ട പോലെ ഉപ്പാനെ തലപ്പൊടിയാക്കി. റമദാൻ പറഞ്ഞു, അബ്ദുല്ലാഹി റമദാൻ പറഞ്ഞു, പാപ്പ റമദാൻ എന്റെ പിടിയാണ്. ഓ റമദാൻ പറയേണ്ട മോനെ ഉപ്പാന്റെ തലനി മണ്ണിലും നിലത്ത് മണ്ണിൽ ഇപ്പാനെ തലവെക്കും. കാരണം എന്താ? മണ്ണിൽ രക്തം പുരണ്ട് കിടക്കുന്ന ഉമറിനെ കണ്ടിട്ട് അള്ളാഹ് ഈ ഉമറിനോട് കരുണ കാണിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിൽ മദീനത്തിന് മുമ്പ് അബൂബക്കറും ഫിൽജന്ന, ഉമറും ഫിൽജന്ന, ഉസ്മാനും ഫിൽജന്ന, അലിയും ഫിൽജന്ന എന്ന് പറഞ്ഞ് എത്തിയപ്പോൾ രണ്ടാമത് എത്തിയാണ് ഉമറെ ഈ ഒരു വഴിക്ക് പ്രവേശിച്ച ആ വഴിക്ക് വിശാലി പോലും വീഴുക പഠിപ്പിച്ചാണ്. ഉമറെ സ്വർഗത്തിന് അതിന്റെ കൊട്ടാരം കണ്ടുവെന്ന സന്തോഷം വാർത്ത അറിയിച്ചു. ആ ഉമർ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ഭയം ഉമറിനെ ഈ രക്തത്തിൽ മണ്ണിൽ രക്തം പുരണ്ട് കിടക്കുന്ന ഉമറിനെ കണ്ടിട്ട് അള്ളാഹ് പറഞ്ഞിട്ട് കരുണ കാണിക്കട്ടെ. പറഞ്ഞ വാക്കുണ്ട്. ആകാശത്ത് ഒരാൾ വിളിച്ചു പറയാണ് എല്ലാവരും സ്വർഗത്തിലാണ്, ഒരാൾ വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഉമറിന്റെ പേടി ആ ഒരാൾ ഞാനായിത്തീരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കാൻ നടന്നു. സ്വഹാബികൾ നമ്മുടെ ഉമ്മയെ ആശംസിക്കുന്നു. ഉമ്മ പറഞ്ഞു, ഞാനീ മിച്ചപ്പനെ ആകാണ് നമ്മളോട് ആ കാര്യം കൊണ്ട് ആ പരിപാടി നടത്തിയേച്ചാട്ടും പള്ളി ഉണ്ടാക്കിയിൽ ഫുള്ള് ക്രെഡിറ്റ് അടുക്കാണ്. എന്നിട്ട് ഈ സഹായിച്ചിട്ടാ പോകുന്ന ഇങ്ങോട്ട് പോകണം പറഞ്ഞു നമ്മളുള്ള സ്വയങ്ങൾ വളരെ സമാധാനിപ്പിക്കുകയാണ്. ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ശ്രീ പടച്ചല വായിട്ട് ഇറക്കിയിട്ടില്ലേ. അപ്പൊ നമ്മുടെ ഉമ്മ പറയാ ഞാനീ മിച്ചപ്പനെ മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ധാരാ പണ്ഡിതൻ ഇമാം ഇബ്നു അബീ മുലൈക പറഞ്ഞ വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ 30 സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട 30 സ്വഹാബാക്കളും അവരുടെ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്തമം ജീവിച്ചിട്ട് ഒരിക്കലെങ്കിലും നമുക്ക് നിഫാഖിനെ പേടിയിട്ടായിട്ടുണ്ട്. ഇന്ന് വരെ നമുക്ക് നിഫാഖ് ഉണ്ടോ എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മുനാഫിഖുകളുടെ ലിസ്റ്റിൽ ഹുദൈബ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലാന്റെ പേടി ആ ലിസ്റ്റിൽ ഞാനുണ്ടോ ഇന്ന് വരെ ഇത്തരം ചിന്ത വന്നിട്ടില്ല. നമ്മളിൽ പലരും ഇന്ന് സ്വർഗം ഉറപ്പിച്ച മറ്റുള്ളവർക്ക് ആ ചിന്ത ഉണ്ടായിരുന്നു. സ്വർഗത്തിന് വേണ്ടി മരണം വരെ നമുക്കും ആ ചിന്ത ഉണ്ടാവും. എപ്പോഴും സൽക്കർമ്മങ്ങൾ കടപ്പായിലേക്ക് എത്ര സുന്ദര ഇസ്ലാം പിടിപ്പിക്കേണ്ടത് മുതലുണ്ടാവും. അറിയാത്ത ആരുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു പ്രതിക്കൾ എത്ര അതിന്റെ മഹത്വം. മുസ്ലിം പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്ലത്താൻ ഔ ഖല്ലത്താൻ ലാ യഹാഫിദു അലൈഹി ഇല്ലാ അബ്ദുൽ മുസ്ലിം ദഖല ജന്ന. രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അടിമക്കല്ലാതെ അത് കൃത്യമായി ചെയ്യാൻ പറ്റില്ല. ഏതായാലും ചെയ്യാൻ വളരെ എളുപ്പമാണ്. രണ്ട് കാര്യം റസൂൽ പറയും, അത് അറിയാത്ത ഒരാൾ പോലും ഏതാ രണ്ട് കാര്യം നിസ്കാരത്തിലുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അറിയാത്ത കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ അറിയാത്ത കാര്യമില്ല. റസൂൽ പറയാ ലാ യഹാഫിദു അലൈഹ ഇല്ലാ അബ്ദുൽ മുസ്ലിം ദഖല ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അടിമക്കല്ലാതെ അത് കൃത്യമായി ചെയ്യാൻ പറ്റും. റസൂലുള്ളാഹി എളുപ്പമായിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യണം. റസൂലിന്റെ മറുപടി പിശാച് അതിനോട് പറയും, അത് ചെയ്യാണ്ട് ഈ നിൽക്കുമ്പോഴല്ലാതെ പള്ളിയിൽ കിട്ടു. ഒന്നാമത്തെ പിശാച് വരും. ഒന്നാമത്തെ പിശാച് പിശാചില്ലേ രാത്രി ഉറങ്ങുമ്പോ നമുക്കുണ്ടായ അനുഭവം തന്നെ കേൾക്കുന്നവര് പിശാചിന്റെ കടി നമ്മൾ പൊട്ടിപ്പോകും. കഴിവിന്റെ പരമാവധി അല്ലാഹുവിനോടടുക്കാൻ ഇബാദത്തുകൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് സാധിക്കേണ്ടത് പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകി മാറട്ടെ. നമ്മുടെ പാപങ്ങളെ പൊട്ടിപ്പുറത്ത് മാറട്ടെ. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങളിലേക്ക് നൽകണം അറിയിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ പൊതുവെ ഒരു വർഷം മൊത്തം നടക്കാനുള്ള അറുപത്തിന്റെ ഫണ്ട് കലക്ഷൻ പൊതുവെ ഉണ്ടാവാറുള്ളത്. എല്ലാവരും കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ വശീകരിക്കാൻ നൽകണമെന്ന് കൂടി അറിയിക്കുകയാണ്. ജമീഅ